നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് ഇന്ത്യയിലേക്ക് ആര്യന്മാർ കുടിയേറി വന്നവരാണ് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് RSS പറയുന്നത് ആര്യന്മാർ കുടിയേറി പാർത്തവരല്ല. ഇന്ത്യ അല്ലെങ്കിലും പണ്ട് കാലത്തും സാങ്കല്പിക കഥകളുടെയും ഐതിഹ്യങ്ങളുടെയും നാടാണ്. മനുഷ്യനെ ജാതിയുടെയും നിറത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ വിഭജിക്കുക എന്നുള്ള ഇവരുടെ ആ പ്രാകൃത നയം ഇന്നും അവർ മുറുകെ പിടിച്ചുകൊണ്ട് രാജ്യത്ത് നടക്കുന്നു. കഴിഞ്ഞ 10-12 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്നത് BJP ഗവൺമെന്റ് ആണെങ്കിലും അതിനെ നിയന്ത്രിക്കുന്നത് RSS ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഫാസിസം ഇന്ത്യയുടെ സമസ്ത മേഖലകളിലും സമഗ്രാധിപത്യം സ്ഥാപിച്ചിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 100 കൊല്ലം മുമ്പാണ് RSS ഇന്ത്യയിൽ രൂപമെടുത്തത്. ഈ 100 വർഷത്തിനുള്ളിൽ അവർ ഇന്ത്യയുടെ സമസ്ത മേഖലകളിലും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക, മതപരമായ മേഖലകളിൽ തന്നെ ആധിപത്യം ചെലുത്തി കഴിഞ്ഞു. കഴിഞ്ഞ 10-12 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്നത് BJP ഗവൺമെന്റ് ആണെങ്കിലും അതിനെ നിയന്ത്രിക്കുന്നത് RSS ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഫാസിസ്റ്റുകൾ അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾ ഒരു രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വന്നത്? ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാട്ടം നടത്തിയിട്ടുള്ള ദേശീയ പ്രസ്ഥാനവും സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമെല്ലാം അസന്നിഗ്ധമായ ഭാഷയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടവരാണ്. ത്യാഗങ്ങൾ സഹിച്ചും മർദ്ദനങ്ങൾ സഹിച്ചും ജയിൽവാസം അനുഷ്ഠിച്ചു കൊണ്ടുവന്നൊക്കെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഒക്കെ ഒരുപാട് കാലം അവരുടെ ജീവിതം തന്നെ രാജ്യത്തിന് വേണ്ടി ഹോമിച്ചു. എന്നാൽ ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ടോ ഭൂജന്മിത്വത്തിനെതിരായിട്ടോ നാടുവാഴിത്തത്തിനെതിരായിട്ടോ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിലോ ഒന്നും പങ്കുചേരാത്ത RSS എന്ന് പറയുന്ന ഈ സംഘടന എങ്ങനെ ഇന്ത്യയിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിരോധാഭാസമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത്. എങ്ങനെ അവർ അധികാരത്തിലേറ്റി? ദേശീയ പ്രസ്ഥാനം ഇന്ന് അധികാരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞ ഏതാണ്ട് 1.5 ദശകങ്ങളായി. കോൺഗ്രസ് അധികാരത്തില്ലാതെയായിട്ട് 1.5 ദശകങ്ങളോളം കഴിഞ്ഞു. ഇതിന് മുൻപേയും കോൺഗ്രസ് ഇതര ഗവൺമെന്റുകൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മതാധിഷ്ഠിതമായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടും അത്തരത്തിലുള്ള വീക്ഷണങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് ഇവർ ഫാസിസ്റ്റുകൾ അധികാരത്തിലിരിക്കുന്നത്. ഹൂ ഈസ് എ ഹിന്ദുത്വ എന്നുള്ള ആ ഗ്രന്ഥം സവർക്കർ എഴുതിയ നാൾ മുതൽ ഇവർ പ്രവർത്തനമാരംഭം തുടങ്ങിയതാണ്. മതാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രം കെട്ടിപ്പടുക്കുക, അതിനവർ ഉപയോഗിച്ചിട്ടുള്ള മാർഗം സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഭരണകൂടത്തിന്റെ നയങ്ങളെയും ഈ സംഘപരിവാർ ശക്തികളുടെ ഇത്തരത്തിലുള്ള മനുഷ്യവിരുദ്ധ നയങ്ങളെയും അതിവിദഗ്ധമായിട്ട് ഈ മേഖലകളിലേക്ക് കയറ്റിവിട്ടുകൊണ്ട് അവിടെ അവർ മനുഷ്യന്റെ മസ്തിഷ്കത്തിനെ പ്രക്ഷാളനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും കൂടി അവർ കടന്നു വന്നപ്പോൾ അവർ ചെയ്തത് ആദ്യമായിട്ട് ഇന്ത്യൻ ദർശനങ്ങളെ ദുർവ്യാഖ്യാനിച്ചു. ഇന്ത്യൻ ചരിത്രത്തിനെ മുഴുവൻ അവർ മിസ്അണ്ടർപ്രറ്റ് ചെയ്യുന്നു, ഡിസ്റ്റോർട്ട് ചെയ്യും. ചരിത്രത്തിനെ മുഴുവൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഒരു നയങ്ങളാണ്, രാഷ്ട്രീയ സാമൂഹിക നയങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ, രാജ്യത്തിന്റെ ചരിത്രത്തിനെ ദുർവ്യാഖ്യാനിക്കുക, രാജ്യത്തിന്റെ ഉജ്ജ്വലമായ സാംസ്കാരിക പൈതൃകത്തിനെ ദുർവ്യാഖ്യാനിക്കുക, ദർശനങ്ങളെ ദുർവ്യാഖ്യാനിക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിലൂടെയാണ് കഴിഞ്ഞൊരു നൂറ്റാണ്ടായിട്ട് അവർ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടും വളർന്നതും സാംസ്കാരിക ദേശീയത എന്ന് പറയുന്ന ആ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവർ രാജ്യത്തിന് ഇന്ന് ആധിപത്യം ചെലുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ദേശീയത എന്നതിനേക്കാൾ ഉപരി ഒരു സാംസ്കാരിക ദേശീയത. എന്താണ് അവർ സാംസ്കാരിക ദേശീയത? ദേശീയത തന്നെ അതിരുകടന്ന തീവ്രമായ ദേശീയതയുടെ വക്താക്കളായിട്ട് അവർ മാറിക്കഴിഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിനെ മുഴുവൻ അവരുടെ താളത്തിനൊപ്പം നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക വീക്ഷണമാക്കി മാറ്റുക. ഇന്ത്യയോട് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ചരിത്രമേറിയത് ജോൺ സ്റ്റുവാർട്ട് മിൽ, ഹിന്ദു ഇന്ത്യ, മുസ്ലിം ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യ തുടങ്ങിയിട്ടുള്ള ആ ചരിത്ര
വ്യാഖ്യാനങ്ങളാണ് ഇന്ത്യയുടെ മണ്ണിൽ മതേതരത്വത്തിനെതിരായിട്ടുള്ള വിഭാഗീയ ചിന്താഗതികളെ വളർത്താൻ ഏറ്റവും അധികം സഹായിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അനുവാദത്തോടുകൂടി JS എഴുതിയിട്ടുള്ള ചരിത്രമാണ് ഇന്ത്യയിൽ ഏതാണ്ട് ദശകങ്ങളോളം പഠിപ്പിക്കപ്പെട്ടത്. പിന്നീടാണ് ക്രമേണ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിലും അതിനുശേഷമൊക്കെ ഇന്ത്യയിൽ ജീവിച്ച് വലിയ വലിയ പ്രഗത്ഭന്മാരായ ചരിത്രകാരന്മാർ ബിപിൻ ചന്ദ്ര, സതീഷ് ചന്ദ്ര, പ്രമിള താപ്പർ തുടങ്ങിയിട്ടുള്ള വലിയ മഹത് ചരിത്രകാരന്മാർ ഇന്ത്യയുടെ ചരിത്രത്തിനെ ആൻഷ്യൻ ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ തുടങ്ങിയ ആ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ത്യയിലെ ചരിത്രം വിദ്യാർത്ഥികൾ പഠിക്കുന്നതും സർവകലാശാലകളിൽ പഠിപ്പിക്കുന്നതും. ഇന്നത്തെ സ്ഥിതി ഇപ്പം എന്താ? ഇന്ന് മധ്യകാലം എന്ന് പറയുന്നത് വളരെയധികം ഇരുണ്ട കാലഘട്ടമാണെന്നാണ് ഈ സംഘപരിവാർ ശക്തികൾ സർവകലാശാലകളിൽ പോലും പഠിപ്പിക്കുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നത്. മുഗൾ രാജവംശത്തിന്റെ കാലഘട്ടം ഇന്ത്യാവിരുദ്ധ കാലഘട്ടമായിരുന്നു എന്നാണ് അവർ ചരിത്രത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. അങ്ങനെ പല രംഗങ്ങളിലും ചരിത്രത്തിനെ അവർ ദുർവ്യാഖ്യാനിക്കും. ഹരപ്പൻ സംസ്കാരത്തിനെയും മോഹൻജാദാരോ സംസ്കാരത്തിനെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സിന്ധു നദീ തട സംസ്കാരം എന്നത് ലോകപ്രശസ്ത സംസ്കാരമാണ്. ഇന്ന് അവർ പറയുന്നത് സിന്ധു നദീ തട സംസ്കാരം എന്നല്ല, അവരതിനെ ഉദ്ദേശിക്കുന്നത് സിന്ധു സരസ്വതി നാഗരികത എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾക്ക് അവർ ചരിത്ര ദുർവ്യാഖ്യാനം തുടങ്ങിക്കഴിഞ്ഞു. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് ഇന്ത്യയിലേക്ക് ആര്യന്മാർ കുടിയേറി വന്നവരാണ് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് RSS പറയുന്നത് ആര്യന്മാർ കുടിയേറി പാർത്തവരല്ല, ആര്യന്മാർ ഇവിടെ ഉള്ളവരായിരുന്നു, ആര്യന്മാർക്ക് എവിടെ നിന്നും വരേണ്ട ആവശ്യമില്ല, അവരാണ് ഇവിടുത്തെ ആദ്യമ മനുഷ്യരെന്നാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. പുരാണ കഥാപാത്രങ്ങളെ ചരിത്ര പുരുഷന്മാരാക്കി മാറ്റും. പുരാണ കഥാപാത്രങ്ങളെ ചരിത്ര പുരുഷന്മാരാക്കി മാറ്റുമ്പോൾ ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും മറ്റുള്ള ഇതിഹാസ പുരുഷന്മാരെ മുഴുവൻ ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെ നയം. അപ്പൊ അതിലൂടെയാണ് അവർ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇതൊക്കെ കടത്തിവിടുന്നത്. ഈ ചരിത്ര കഥാപാത്രങ്ങളായ അയോധ്യയിലെ രാജകുമാരനായ ശ്രീരാമനുണ്ടായിരുന്നു, ശ്രീരാമൻ ഇവിടെ ഭരിച്ചിരുന്നു. അപ്പൊ ഏകപക്ഷീയമായിട്ട് അത്തരത്തിലുള്ള കഥകളെ ചരിത്രവൽക്കരിച്ചുകൊണ്ട് കെട്ടുകഥകളിലൂടെ, സാങ്കല്പിക കഥകളിലൂടെ, ഐതിഹ്യങ്ങളിലൂടെ ജനങ്ങളിലോട് കഥകൾ പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കുക. ഇന്ത്യ അല്ലെങ്കിലും പണ്ടുകാലത്തും സാങ്കല്പിക കഥകളുടെയും ഐതിഹ്യങ്ങളുടെയും നാടാണ്. പല ഭൂഖണ്ഡങ്ങളിലും ഐതിഹ്യങ്ങളും സാങ്കല്പിക കഥകളും ഒക്കെ ഉണ്ട്. അപ്പൊ ആ സാങ്കല്പിക കഥകൾ പറഞ്ഞുകൊണ്ട് ഇവിടെ മഹത്തായ ആദികാവ്യം എഴുതിയ വാത്മീകി എഴുതിയിട്ടുള്ള രാമായണത്തിനെ എന്ന് ചരിത്രപരമാക്കി വ്യാഖ്യാനിച്ചുകൊണ്ട് അതിലെ കഥാപാത്രങ്ങളാണ് ഈ രാജ്യത്തിന്റെ രക്ഷകർ, അവരുടെ കാലഘട്ടത്തിലുള്ള സാമൂഹിക വ്യവസ്ഥിതിയാണ് ഏറ്റവും നല്ലത്, രാമൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ ചാതുർവർണ്ണം ഇവിടെ വീണ്ടും നടപ്പിലാക്കണമെന്നാണ് ഈ കഴിഞ്ഞ 100 വർഷമായിട്ട് ഇവര് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചാതുർവർണ്ണ സംസ്കാരം, ബ്രാഹ്മണ്യം എന്നുള്ള പൊളിറ്റിക്കൽ വ്യവസ്ഥിതിയാണ് ഇവര് എല്ലാ മേഖലയിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്രാഹ്മണിസം ഇസ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി, എ സോഷ്യൽ ഐഡിയോളജി. ആ ബ്രാഹ്മണിസത്തിന്റെ എല്ലാവിധ പ്രാകൃതമായിട്ടുള്ള നയങ്ങളും അവരിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ള രീതിയിൽ മനുഷ്യനെ വിഭജിച്ചുകൊണ്ട് ഭയാനകമായ ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ട് മനുഷ്യനെ ജാതിയുടെയും നിറത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ വിഭജിക്കുക എന്നുള്ള ഇവരുടെ ആ പ്രാകൃത നയം ഇന്നും അവർ മുറുകെ പിടിച്ചുകൊണ്ട് രാജ്യത്ത് നടക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെ മനുഷ്യൻ എന്ന രീതിയിൽ കാണാതെ ഈ പറയുന്ന ജാതി വ്യവസ്ഥയുടെ പേരിൽ വിഭജിച്ചുകൊണ്ട് വിവിധ തട്ടുകളിലാക്കി നിർത്തിക്കൊണ്ട് ഒരു സൂക്ഷ്മമായിട്ടുള്ള സാംസ്കാരിക നയം അവർ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ദുരാചാരങ്ങളെ മുഴുവൻ അവർ തിരിച്ചു കൊണ്ടുവരികയാണ്. വൈവിധ്യങ്ങളുടെയും ബഹുസ്വരതയും നാടായിട്ടുള്ള ഇന്ത്യയിൽ അതൊന്നുമില്ല. ഇവിടെ ഏകപക്ഷീയമായ മുഖമാണ്, ഏകശിലാരൂപത്തിലുള്ള ഇന്ത്യയാണ് എന്നും നിലനിൽക്കേണ്ടത്. മധ്യകാലഘട്ടം കൊള്ളയുടെയും ബലാത്സംഗത്തിന്റെയും പിടിച്ചുപറിയുടെയും കാലഘട്ടമായിരുന്നു എന്നൊക്കെ അവർ വ്യാഖ്യാനിക്കുന്നു, അവർ പഠിപ്പിക്കുന്നു. അശോകനെ പോലെ വിശാലമായ സാമ്രാജ്യം ഭരിച്ചിട്ടുള്ള ലോകപ്രശസ്ത ചക്രവർത്തി അശോക ദ ഗ്രേറ്റ്, അശോകനെ പോലെ ഏറ്റവും വലിയ ചക്രവർത്തിയായിരുന്നു മുഗൾ രാജവംശത്തിന്റെ അധിപനായിട്ടുള്ള ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ. അക്ബർ ദ ഗ്രേറ്റ്, മുഗൾ രാജവംശത്തിന്റെ ഏറ്റവും പ്രഖ്യാതനായ ചക്രവർത്തി അശോകനെ പോലെ തന്നെ. ആ അക്ബർ ദ ഗ്രേറ്റിനെ കുറിച്ച് അവരുടെ ചരിത്ര പുസ്തകത്തിൽ അവർ പഠിപ്പിക്കുന്നത്
രജപുത്ര ഭരണാധികാരിയായിട്ട് റാണാ പ്രതാപ് സിംഗിന്റെ എതിരാളിയായിരുന്നു എന്ന് മാത്രമാണ് പഠിപ്പിക്കുന്നത്. മുഗൾ രാജവംശം ഏതാണ്ട് 10-700 കൊല്ലം ഈ രാജ്യം ഭരിച്ചവരാണ്. ബാബർ ചക്രവർത്തി ഇന്ത്യയിലേക്ക് കടന്നു വന്ന് തോൽപ്പിച്ചത് ഇബ്രാഹിം ലോഡി എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരിയെ തോൽപ്പിച്ചിട്ടാണ് ഡൽഹി പിടിച്ചടക്കുന്നത്. ആ ബാബറിന്റെ മകനായ ഹുമയൂൺ അധികാരത്തിലേർക്കുന്നു. ഹുമയൂൺ മുതൽ അക്ബറും ജഹാംഗീറും ഷാജഹാനും ഔറംഗസീബിന്റെ ഒക്കെ കാലഘട്ടം എന്തെല്ലാം സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും കാലഘട്ടമായിട്ട് ഇന്ത്യ മാറ്റപ്പെട്ടു എന്ന് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ മഹാനായിട്ടുള്ള അക്ബറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് മതസഹിഷ്ണുതയുടെ മതേതരത്വത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള രേഖകളെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇവിടെ മുഗളന്മാര് ഭരിച്ചത് കൊണ്ടാണ്, മുസ്ലിം ചക്രവർത്തിമാര് ഭരിച്ചത് കൊണ്ടാണ് എല്ലാവിധത്തിലുള്ള യാഥാസ്ഥിക ചിന്തകളും ഉടലെടുത്തത്. ഇന്ത്യയെ അവർ കൊള്ളയടിച്ചുകൊണ്ട് എല്ലാം ഇവിടെ നിന്ന് കട്ടുകൊണ്ടുപോയി ഇന്ത്യയെ ഏറ്റവും ദുരിതപൂർണമായ രാഷ്ട്രമാക്കി മാറ്റിയെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അക്ബറിന്റെ മതപരമായിട്ടുള്ള സംവാദവേദിയായിരുന്നു ഇബാദത് ഖാന എന്ന് പറയുന്ന സംവാദവേദി. ഗഹനമായ ചർച്ചകൾ നടക്കുന്ന വേദി, രാജകൊട്ടാരത്തിൽ വ്യത്യസ്ത ദർശനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദി. അക്ബറുടെ മന്ത്രിസഭയിൽ ബഹുഭൂരിഭാഗം പേരും ഹിന്ദു വിഭാഗമായിരുന്നു. രജപുത്രനായിരുന്നു അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ. രാജാ ടോഡർമാലന്റെ സഹോദരിയായിട്ടുള്ള യോധാബായിയാണ് അക്ബറുടെ രാജ്ഞിയായിട്ട് നിന്നത്. അവർ കൃഷ്ണഭക്തയായിരുന്നു. ആ കൃഷ്ണഭക്തയായ തന്റെ സഹധർമ്മിണിക്ക് ആരാധന നടത്താൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിന്റെ ഉള്ളിൽ വൈഷ്ണവ ക്ഷേത്രം പണി കഴിപ്പിച്ചു കൊടുത്ത ആളാണ് അക്ബർ ചക്രവർത്തി. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള രേഖകളാണ്. അപ്പൊ അതൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുസ്ലിം ഭരണാധികാരികൾ അസഹിഷ്ണുതയുടെ പ്രതീകങ്ങളായിരുന്നുവെന്നും മതത്തിന്റെ പേരിൽ ഒരുപാട് പേരെ കൂട്ടക്കൊല ചെയ്തു എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ അത് ചരിത്ര വിരുദ്ധമാണ്.